UAPs ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു രാജ്യമാണ് ബ്രസീൽ. അതുകൊണ്ട് തന്നെ ബ്രസീലിലത്തെ UAP സൈറ്റിംഗ്സിന് മാത്രമായിട്ട് ഒരു വിക്കിപീഡിയ പേജും ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റും അടക്കമുണ്ട്. അതുമാത്രമല്ല, ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഒഫീഷ്യലി ബ്രസീലിൽ ഒരു ഫെസിലിറ്റിയും കൂടിയുണ്ട്. ലോകമെമ്പാടുള്ള മിക്ക UAP സൈറ്റിംഗ്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സാധാരണ ആൾക്കാരാണെങ്കിൽ ബ്രസീലിന്റെ കേസിൽ 90% ഗവൺമെന്റ് ഒഫീഷ്യലും മിലിറ്ററിയും പോലീസും ഒക്കെയാണ്. അങ്ങനെ മെയ് 19, 1986 ബ്രസീലിൽ വെച്ച് നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളതും ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു UAP എൻകൗണ്ടർ ഉണ്ടായി. ഇപ്പൊ നമ്മുടെ ലോകത്ത് പലയിടത്തും കണ്ടുവരുന്ന ഈ പറയുന്ന UAP അപ്പിയറൻസിനെ പോലെ തന്നെ വളരെ സിമിലർ ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണ് അന്ന് സംഭവിച്ചത്. അതും ഈ ഒരു കേസിൽ ബ്രസീൽ ഗവൺമെന്റ് ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ആയി എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഫാക്ട്. അങ്ങനെ മെയ് 19 രാത്രി ഒരു 8:15 ആയപ്പോൾ ബ്രസീലിലത്തെ സ്റ്റേറ്റ് ആയ സയ പൗലോയിലത്തെ ഇന്റർനാഷണൽ എയർപോർട്ടിലത്തെ ATC ടവറിൽ വെച്ച്, ATC ടവർ എന്ന് ഉദ്ദേശിക്കുന്നത് എയർ ട്രാഫിക് കൺട്രോൾ ടവർ ആണ്. അതായത് എയർപോർട്ടിലൊക്കെ ഒരു വാച്ച് ടവർ പോലത്തെ ഒരു സംഭവം കണ്ടിട്ടില്ലേ? അവിടെ ആ സമയത്ത് ജോലി ചെയ്തിട്ടുണ്ടിരുന്ന ആൾക്കാർ ആകാശത്ത് 3 റെഡ് കളർ ലൈറ്റിങ്ങിന് അപ്പിയർ ചെയ്യുന്നതായിട്ട് ശ്രദ്ധിച്ചു. അതായത് സാധാരണ ഒരു എയർക്രാഫ്റ്റിന്റെ ഒരു ഹെലികോപ്റ്ററിന്റെ ലൈറ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ ഇവർ വളരെയധികം പാനിക്ഡ് ആവുകയും ഇത് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കാനും തുടങ്ങി. പക്ഷെ ഇവിടുത്തെ കോമഡി എന്താ വെച്ചാൽ ഇതേ സമയം തന്നെ സൈമൾട്ടേനിയസ്ലി ബ്രസീലിലത്തെ 4 സ്റ്റേറ്റുകളിലും പലരും ഇതേപോലുള്ള സംഭവങ്ങൾ കണ്ടതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതും 90% റിപ്പോർട്ടിങ്സ് വന്നത് മിലിറ്ററിന്ന്, പോലീസിന്ന് അല്ലെങ്കിൽ ഗവൺമെന്റ് ഒഫീഷ്യൽസിന്റെ കയ്യിൽ നിന്നാണ്. ഇത് അത്യാവശ്യം സീരിയസ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയതുകൊണ്ട് ഗവൺമെന്റ് ഡയറക്ട്ലി ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെ ജെറ്റുകൾ ഉപയോഗിച്ച് ഈ ഒരു ലൈറ്റ് സോഴ്സ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ശരിക്കും അവർ ഉദ്ദേശിച്ചത്. പക്ഷേ ഇവിടെ സംഭവിച്ചത് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഈ ജെറ്റ് ഈ ലൈറ്റ് സോഴ്സിന്റെ അടുത്തേക്ക് പോകുമ്പോൾ ഒന്നില്ലെങ്കിൽ അത് മാഞ്ഞു പോകും, അല്ലെങ്കിൽ വളരെ റാപ്പിഡ് ആയിട്ട് ഈ ഒരു സംഭവം വേറൊരു സ്ഥലത്തേക്കും ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് പോകും. അതായത് കറന്റ്ലി ഇപ്പൊ നമ്മുടെ ലോകത്ത് നടക്കുന്ന സിറ്റുവേഷനോട് വളരെ സിമിലർ ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരുന്നു പണ്ട് സംഭവിച്ചത്. അതോടൊപ്പം തന്നെ ഇവർ ഒബ്സർവ് ചെയ്ത വേറൊരു ഞെട്ടിക്കുന്ന ഒബ്സർവേഷൻ എന്താ വെച്ചാൽ, ഒരു ജെറ്റ് ഒരു UAPയുടെ അടുത്തേക്ക് പോയി. അടുത്തേക്ക് പോയപ്പോൾ തന്നെ ഈ UAP അവിടെ നിന്ന് മാഞ്ഞിട്ട് വേറൊരു സ്ഥലത്തേക്ക് വന്ന് ഇങ്ങനെ റീഅപ്പിയർ ചെയ്തു. അത് വേറെ സ്ഥലം എന്ന് പറയുന്നത് ഏകദേശം 32 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു UAP വന്ന് റീഅപ്പിയർ ചെയ്തത്. ഇവരുടെ ടെസ്റ്റിമോണിയിൽ പറയുന്ന പോലെ തന്നെ ഈ ഒരു UAP ഏകദേശം 5 സെക്കൻഡ് കൊണ്ട് ഈ 32 കിലോമീറ്റർ കവർ ചെയ്തിട്ട് അവിടെ വന്ന് റീഅപ്പിയർ ചെയ്തു എന്നാണ് പറയുന്നത്. ഈ ഫാക്ടിനെ സപ്പോർട്ട് ചെയ്യാൻ പൈലറ്റ്സ് ഉൾപ്പെടെ ഒരുപാട് ഐ വിറ്റ്നസ്സസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, 5 സെക്കൻഡ് കൊണ്ട് ഇൻസ്റ്റന്റ്ലി ഈ പറയുന്ന സ്പീഡിൽ ട്രാവൽ ചെയ്തിട്ട് ഒരു 32 കിലോമീറ്റർ അപ്പുറത്ത് പോയി അപ്പിയർ ചെയ്യുന്ന ഒരു ടെക്നോളജി ഇപ്പോഴും നമ്മുടെ മനുഷ്യരുടെ കൈവശം ഇല്ല. അപ്പോൾ ക്ലിയർലി അന്ന് ബ്രസീൽ ഡീൽ ചെയ്തുകൊണ്ടിരുന്നത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ തന്നെയായിരുന്നു. ഈ സൈറ്റിംഗ്സ് മെയിൻ ആയിട്ട് കണ്ടത് ബ്രസീലിലത്തെ 4 സ്റ്റേറ്റുകളായ സയ പൗലോ, റിയോ, ഗോയിയാസ് പിന്നെ മിനാസ് ഗരിയാസ് എന്ന് പറഞ്ഞ 4 സ്ഥലങ്ങളിലായിരുന്നു. അങ്ങനെ ജെറ്റും പരിപാടികളൊക്കെ ആയിട്ട് കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഈ പറയുന്ന മിസ്റ്റീരിയസ് ആയിട്ടുള്ള ലൈറ്റ് കംപ്ലീറ്റ്ലി വാനിഷ് ആയി പോയി എന്നുള്ളതാണ് വാസ്തവം. അതായത് എല്ലാ സ്ഥലത്തും ഈ പറയുന്ന ലൈറ്റ്സ് കംപ്ലീറ്റ്ലി ഇല്ലാണ്ടായി. ഇത് അത്യാവശ്യം സിവിയർ ആയിട്ടുള്ള ഒരു കേസ് ആയതുകൊണ്ട് തന്നെ ബ്രസീലിലത്തെ ഗവൺമെന്റ് ഒരു പ്രസ് കോൺഫറൻസ് വിളിക്കുകയും അവിടെയുള്ള സിറ്റുവേഷൻ ഒക്കെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്തു. ഈ പ്രസ് കോൺഫറൻസിൽ അവർ വളരെ ഓപ്പൺ ആയിട്ടാണ് സംസാരിച്ചത്. അതായത് ഇവർ എന്താണ് കണ്ടതെന്ന് ഇവർക്ക് യാതൊരു ഐഡിയ ഇല്ല, ഇത് എവിടെ നിന്നാണ് വന്നതെന്ന് അറിയില്ല, ഇതിന്റെ ഒറിജിൻ എന്താണെന്ന് അറിയില്ല, ഒന്നും തന്നെ അവർക്ക് അറിയില്ല എന്നുള്ള രീതിയിലാണ് അവരത് പറഞ്ഞത്. എന്നാൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എല്ലാവരും പറയുന്നത്. അതോടൊപ്പം ആ ഒരു പ്രസ് കോൺഫറൻസിൽ ചെറിയ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു പോയിന്റ് അവരുടെ വായന്ന് വീണായിരുന്നു. അതായത് ഈ പറയുന്ന UAPs അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇന്റലിജൻസ് കാണിക്കുന്നുണ്ടെന്നുള്ള കാര്യം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാം, നമുക്കറിയാൻ പാടില്ലാത്ത ഒരു സംഭവം ആകാശത്ത് ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്, അത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇന്റലിജൻസും കാണിക്കുന്നുണ്ട്. അതും പബ്ലിക്ലി ഒരു പ്രസ് കോൺഫറൻസിലൂടെ ആ ഒരു രാജ്യത്തിന്റെ ഗവൺമെന്റ് പറയുന്ന ഒരു സിറ്റുവേഷൻ കൂടി നിങ്ങളൊന്ന് ആലോചിക്കാം. ഓട്ടോമാറ്റിക്കലി ആ രാജ്യം മുഴുവനും പാനിക്ഡ് ആയി. ആ ഒരു രാജ്യം മാത്രമല്ല, ഈ ഒരു ടൈം ഫ്രെയിമിൽ നമ്മുടെ ലോകം മുഴുവനും അറിഞ്ഞ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണ്. പക്ഷെ നമ്മുടെ കഥ ശരിക്കും തുടങ്ങിയിട്ടേ ഉള്ളൂ. അതായത് മെയ് 19 ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ഒരുപാട് കർഷകർ അവരുടെ പശുക്കളൊക്കെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇതിനുള്ള കാരണവും ഈ പറയുന്ന മിസ്റ്റീരിയസ് ആയിട്ടുള്ള UFO UAPs ആണെന്നാണ് ഒരുപാട് ആൾക്കാർ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ ഈ കഥയുടെ അവസാനം പറയാം. അങ്ങനെ 2 വർഷങ്ങൾ മുന്നോട്ട് പോയി സെപ്റ്റംബർ 29 1998 ഈ പറയുന്ന ആ ഒരു ഞെട്ടിക്കുന്ന സംഭവം സംഭവിക്കുന്നത്. ഒരു 10 വയസ്സുള്ള പയ്യൻ, ഫ്രാൻസിസ്കോ എന്നാണ് പേര്. ഏതൊരു പിള്ളേരെ പോലെ തന്നെ ഇവരും ഈ പറയുന്ന പോലെ മീനും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പിടിച്ചിങ്ങനെ കളക്ട് ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ബ്രസീലിലത്തെ സ്റ്റേറ്റ് ആയ സയ പൗലോ വലിയൊരു റിസർവയർ ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ മുല്ലപ്പെരിയാറിലത്തെ ആ ഒരു റിസർവയർ ഇല്ലേ, അതേപോലെ വലിയൊരു റിസർവയർ ഉണ്ടായിരുന്നു. നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ഈ റിസർവയറിന് ഒരുപാട് ബ്രാഞ്ച് പോലത്തെ സ്ട്രീംസ് ഉണ്ടായിരുന്നു. അതായത് ഈ സ്ട്രീമിന്റെ ഒരറ്റത്ത് നിന്ന് അപ്പുറത്തേക്ക് പോകണമെങ്കിൽ ഒരു 10-20 മീറ്റർ മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അത് മാത്രമല്ല ഈ സ്ഥലത്തേക്ക് അധികം ആൾക്കാർ പോകാറില്ല, കാരണം ഇവിടുത്തെ സേഫ്റ്റി വളരെ കുറവാണ്.
ഈ കാര്യങ്ങളൊക്കെ ഫ്രാൻസിസ്കോക്ക് അറിയാമെങ്കിലും 10 വയസ്സുകാരുടെ ഒരു ചൈൽഡിഷ് മൈൻഡ് എങ്ങനെയായിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അവിടെ പോയി അവിടെയുള്ള മീനും കാര്യങ്ങളൊക്കെ പിടിച്ചുകൊണ്ട് നടന്നപ്പോഴാണ് ഇവൻ ആ ഞെട്ടിക്കുന്ന സംഭവം കാണുന്നത്. ആദ്യം നോക്കിയപ്പോൾ ഒരുപാട് കഴുകന്മാര് എന്തോ സംഭവത്തിൽ ഇങ്ങനെ കൊത്തി വലിക്കുന്നതായിട്ടാണ് ഇവന് ശ്രദ്ധിച്ചത്. ഇത് കഴുകന്മാരായതുകൊണ്ട് തന്നെ ഇത് എന്തിനായിരിക്കും ആ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാന്നുള്ള ഒരു കൗതുകത്തിന്റെ പുറയിൽ ഫ്രാൻസിസ്കോ കുറെ കല്ലുകളൊക്കെ എടുത്തിട്ട് ഈ കഴുകന്മാരൊക്കെ ഇങ്ങനെ ഓടിക്കാൻ ശ്രമിച്ചു. അങ്ങനെ കുറെ നേരം കല്ലെറിഞ്ഞപ്പോൾ ഈ കഴുകന്മാരൊക്കെ പറന്നു പോവുകയും അവിടെ എന്തോ തരത്തിലുള്ള ഒരു പന്നിയോ ഒരു പിങ്ക് കളറിലെ ഒരു സംഭവം ഇങ്ങനെ കിടക്കുന്നതായിട്ടാണ് ഫ്രാൻസിസ്കോ ആദ്യം കണ്ടത്. ആദ്യം ഒന്നും പുള്ളിക്ക് ഇത് എന്താണെന്ന് മനസ്സിലായില്ല. പക്ഷെ കുറച്ചു നേരം നോക്കിയപ്പോഴാണ് ഇത് മനുഷ്യ ശരീരമാണെന്നുള്ള ഒരു സംഭവം പുള്ളി റിയലൈസ് ചെയ്തത്. ഇത് റിയലൈസ് ചെയ്തപ്പോൾ ഫ്രാൻസിസ്കോ ഒന്നും നോക്കിയില്ല, നേരെ വീട്ടിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് നാട് മുഴുവൻ സ്പ്രെഡായി. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പോലീസുകാർ എല്ലാവരുമായിട്ട് ഈ ഒരു സ്ഥലത്തെത്തി. മുമ്പേ സൂചിപ്പിച്ച പോലെ തന്നെ ഈ സ്ഥലം അത്യാവശ്യം സേഫ് അല്ലാത്ത ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ നാട്ടുകാർ ഇതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. പക്ഷെ പോലീസുകാരുടെ ബിഹേവിയർ ആണ് നാട്ടുകാരെ എല്ലാവരും ഞെട്ടിച്ചത്. അതായത് പോലീസുകാർ ഈ പറയുന്ന ബോഡിക്ക് ചുറ്റും ഇങ്ങനെ ക്രൗഡ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അതായത് ഈ നാട്ടുകാർ മുഴുവൻ ഇങ്ങനെ കാണാൻ നിൽക്കുന്നുണ്ട്. അവരാരും പോലും ഈ സംഭവത്തെ കാണരുത് എന്നുള്ള ഒരു രീതിയിലാണ് ശരിക്കും പോലീസുകാർ ഈ ഒരു സംഭവത്തിന് ചുറ്റും ഇങ്ങനെ നിന്നത്. അതുമാത്രമല്ല നാട്ടുകാരെല്ലാവരും ഈ പോലീസുകാരോട് ചോദിക്കുന്നുണ്ട് ഇത് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഒരു പോലീസുകാരനും ഇതെന്താന്നുള്ളതിനെ പറ്റിയിട്ട് അവിടെ ഡിസ്ക്ലോസ് ചെയ്തില്ല. എല്ലാവരും ഇങ്ങനെ ഓടിച്ചിടാനാണ് ശ്രമിച്ചത്. ഇതൊക്കെ കേട്ടപ്പോൾ നാട്ടുകാർക്ക് ചില സംശയങ്ങളൊക്കെ തോന്നിയെങ്കിലും സന്ധ്യാസമയമായപ്പോൾ അവരെല്ലാവരും വീട്ടിലേക്ക് പോയി. ഇത് ഇങ്ങനത്തെ ഒരു കേസ് ആയതുകൊണ്ട് തന്നെ ലോക്കൽ ന്യൂസിൽ എന്തായാലും വരുന്നുള്ള കാര്യങ്ങളൊക്കെ പ്രതീക്ഷ അവർ ന്യൂസ് ചാനലൊക്കെ വെച്ച് നോക്കി. പക്ഷെ ഒരു തരത്തിലുള്ള ന്യൂസും ആരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസം ആയപ്പോൾ ഇവിടെ എന്തായിരിക്കും സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി നാട്ടുകാരെല്ലാരും കൂടി വന്നു നോക്കിയപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമേ അവിടെ ഇല്ല. അതായത് ഈ പറയുന്ന ബോഡി അവിടെ ഇല്ല, പോലീസുകാരും ഇല്ല, ആരുമില്ല. കംപ്ലീറ്റ്ലി അത് അങ്ങനത്തെ ഒരു സംഭവം സംഭവിക്കാത്ത പോലെ ആക്കി അവിടെ വെച്ചു. പിന്നെ അവിടെ ഉള്ളവരെല്ലാവരും ഇങ്ങനെ വിശ്വസിച്ചു. അതായത് അവിടെ ഒരു മദ്യപിച്ച് കിടക്കുന്ന ഒരാളുണ്ടായിരുന്നു. അവർ കുറച്ച് ദിവസമായിട്ട് മിസ്സിംഗ് ആണ്. ചിലപ്പോൾ അദ്ദേഹം ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ആൾക്കാരൊക്കെ സമാധാനിച്ചു. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം ആൾക്കാർ ഇതിനെപ്പറ്റി കംപ്ലീറ്റ്ലി മറന്നുപോയി. അങ്ങനെ ഈ ഏരിയയിലത്തെ കാര്യങ്ങളൊക്കെ ബാക്ക് ടു നോർമലായി. എല്ലാവരും സ്ഥിരമായിട്ടുള്ള ലൈഫിലേക്ക് പോയി. അങ്ങനെ ഒരു 6 വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് എടുക്കുന്ന ഒരു ഒഫീഷ്യല് അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റുന്നുണ്ട്. സഹിയിട്ടിട്ട് ഈ കേസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഫോട്ടോഗ്രാഫ്സും ഓട്ടോപ്സി റിപ്പോർട്ടൊക്കെ മീഡിയക്ക് കൈമാറി. അതായത് ഇത്തരം സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ജനങ്ങളോട് ഒളിപ്പിച്ചു വെക്കുന്ന ഒരു പ്രകൃതം ഇഷ്ടപ്പെടാണ്ട് സഹിയിട്ടിട്ടാണ് ഇദ്ദേഹം അങ്ങനെ ഒരു പ്രവൃത്തി കാണിച്ചത്. ഈ ഫോട്ടോസും ഓട്ടോപ്സി റിപ്പോർട്ടും ഒന്നും ഞാൻ എന്തായാലും നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നില്ല. പക്ഷെ അതിന്റെ ഡീറ്റെയിൽസ് എന്നെ കൊണ്ട് പറ്റാവുന്ന പോലെ വളരെ മിതമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ 4 ഓട്ടകൾ ഉണ്ടായിരുന്നു. അതും വെറും റാൻഡം ആയിട്ട് കുത്തിയിരിക്കുന്ന ഓട്ടകളല്ലായിരുന്നു. സർജിക്കൽ പ്രിസിഷനോടെ വളരെ ഹൈ പ്രിസിഷനോടെ ഉണ്ടാക്കിയെടുത്ത 4 ഓട്ടകളായിരുന്നു. പക്ഷെ റിപ്പോർട്ടുകളിൽ പറയുന്ന കാര്യങ്ങളാണ് കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ളത്. അതായത് ഇദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ അകത്തുള്ള 90% ഓർഗൻസും കാണാനുണ്ടായിരുന്നില്ല. അതും ഈ ഓർഗൻസ് എല്ലാം ഈ പറയുന്ന 4 ഓട്ടകളിലൂടെ സക്ക് ചെയ്തെടുത്തു, അതായത് ഇതിന് വലിച്ചെടുത്തു എന്നാണ് ശരിക്കും ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അതിനോടൊപ്പം ഇദ്ദേഹത്തിന്റെ മുഖത്തിലെ പകുതി ഭാഗവും ശരിക്കും ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് പറയാൻ പറ്റും. ഇത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ, അതിനപ്പുറം എനിക്ക് ഇവിടെ പറയാൻ പറ്റില്ല. ഇവിടെ അത്യാവശ്യം പച്ചയ്ക്ക് തുറന്നു പറയുന്ന ഒരുപാട് ഡീറ്റെയിൽസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ അധികം ഒന്നും തുറന്നു പറയാത്തത്. കാരണം നമ്മുടെ പ്രേക്ഷകർ പല ഏജ് കാറ്റഗറിയിലും ഉണ്ടാവും. ഇത് കേൾക്കുമ്പോൾ സാധാരണമായിട്ട് കണ്ടുവരുന്ന ഒരു കേസ് പോലെയൊക്കെ തോന്നിക്കാം. പക്ഷെ ഇവിടുത്തെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോയുടെ ആദ്യം പറഞ്ഞ പോലെ തന്നെ ബ്രസീലില് ഈ പറയുന്ന പോലെ ഒരു UAP ഇൻസിഡന്റ് സംഭവിച്ചായിരുന്നു. ആ ഇൻസിഡന്റിന് ശേഷം ഈ പറയുന്ന പോലെ ഒരുപാട് കാറ്റിൽസ് മരണപ്പെട്ടതായിട്ട് പറയുന്നുണ്ട്. ഈ കാറ്റിൽസിന്റെ ശരീരത്തിൽ മൾട്ടിപ്പിൾ ഹോൾസും കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ഈ കാറ്റിൽസിന്റെ ഇന്റേണൽ ഓർഗൻസിന്റെ ഒരു 90 to 95% മിസ്സിംഗ് ആയിരുന്നു. ഇതിപ്പോ ഒരു കെട്ടുകഥയോ കുക്ഡ് അപ്പ് സ്റ്റോറി എന്നൊക്കെ പറയുന്ന സിറ്റുവേഷൻ ഒന്നുമല്ല. ആർക്ക് വേണമെങ്കിലും നെറ്റ് എടുത്ത് നോക്കാം. മെയ് 19 1986 സംഭവിച്ച ആ ഒരു UAP ഇൻസിഡന്റിന്റെ ഒരു നിക് നെയിം കൂടി ഉണ്ട്, നൈറ്റ് ഓഫ് ദി UFOs എന്നാണ് അതിന്റെ പേര്. അതിനുശേഷം 1988 ഞാനിപ്പോ പറഞ്ഞ ഇൻസിഡന്റ് സംഭവിക്കുന്നതും അതിനൊരു 6 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് ശരിക്കും ലീക്ക് ആവുന്നത്. അതായത് ഇവിടുത്തെ ഇമേജറിയും കാര്യങ്ങളൊക്കെ ശരിക്കും ലീക്ക് ആവുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. ഈ ഒരു വീഡിയോ ഇതിന് മുമ്പ് ചെയ്യാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ ചെയ്യാൻ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടോ? അപ്പൊ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ ഇതിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ നോക്കും. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് ഞാൻ അടുത്ത വീഡിയോ കാണാം.